ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു വെനസ്ഡേ ഈവനിങ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ ബാഗ് ഒന്ന് റൂമിലേക്ക് എടുത്ത് വെക്കുകയാണ്. അവർ സോഫയിൽ തന്നെ വെച്ചിട്ട് പോയതേനും. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, ചെറിയൊരു മഗ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ്, ആ ഒരു സെയിം കപ്പ് തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൊടിച്ച പഞ്ചസാര അല്ല ചേർക്കുന്നത്, പൊടിക്കാത്ത തന്നെയാണ്. ഇനി ഈ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ക്യൂബ്, ഒരു ചെറിയ 3 പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വലിയ ബ്ലോക്കായിട്ട് മേടിച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാനതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനി ഒന്ന് ചൂടാക്കി എടുക്കണം. ഓവനിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചൂടായി ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായാൽ മതി. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റൊക്കെ വേണ്ടുള്ളൂ അതൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഈ 2 കപ്പിലോട്ടുമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു കേക്കിൻ്റെ ഒരു പരുവത്തിന് തിക്നെസ്സിൽ കിട്ടിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനത് 2 കപ്പിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം, കാരണം പഞ്ചസാര നമ്മൾ പൊടിച്ചതല്ലാതെ ചേർത്തേ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി രണ്ടും എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം. ചൂട് പാലായതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഡാർക്ക് ചോക്ലേറ്റ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഡാർക്ക് കയ്യിലുള്ളതിനെ കൊണ്ട് ഡാർക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഓവനിൽ വെച്ച് ഞാൻ 3 മിനിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 1.5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ കേക്ക് സെറ്റായിട്ടുണ്ട്. അത് ഓഫാക്കിയിട്ടുണ്ട്. കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല നമ്മുടെ ചോക്ലേറ്റൊക്കെ മെൽറ്റായി വന്ന് കേക്കൊക്കെ വെന്ത് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഇടയ്ക്കൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് കഴിക്കാനായിട്ട്. പിന്നെ ഒരു വലിയ കേക്ക് ഒക്കെ ഉണ്ടാക്കേണ്ട ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതാനും നല്ല ഒരു കേക്ക് കഴിച്ച ഫീലിങ്ങും ഉണ്ടാവും. അപ്പോൾ അവരങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കട്ടെ. ഞാനും ഏട്ടൻ വന്നിനെ ആ സമയം കൊണ്ട്. ഏട്ടൻ വന്ന സമയത്ത് പിന്നെ ഏട്ടൻ പറഞ്ഞ് ഞാൻ ചെടി നനച്ചോളെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. മക്കൾ അവിടെ നിന്ന് അങ്ങനെ കഴിക്കുകയാണ്. ഇനി അവർക്ക് ഇനിയിപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കളിക്കുക, അല്ലെങ്കിൽ ടി വി കാണും, അല്ലെങ്കിൽ ഹോംവർക്കൊക്കെ ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഇടയ്ക്ക് കുറച്ച് നേരം ടി വി ഉണ്ട്, അങ്ങനെ ഹോംവർക്ക് ചെയ്യാൻ പോകും. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും കളിക്കാൻ പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. രണ്ടാളും കുത്തിരിട്ട് ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് പോയി നോക്കും, എന്തൊക്കെയാണ് ചെയ്ത് വെക്കുന്നത് നോക്കും. പിന്നെ ഹോംവർക്ക് പിന്നെ തന്നെ ചെയ്തോളും. ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി, വൃത്തിയുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഏതായാലും ഏട്ടൻ അങ്ങനെ ചെടി നനയ്ക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അകംകൊലൊക്കെ ഒന്ന് അടിച്ചു വരിയിട്ട് പിന്നെ പുറത്തേക്ക് പോകാനുണ്ട്. കുറച്ച് പിള്ളേരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, യൂണിഫോമും അതും ഇതും കുറച്ച് നല്ല ഡ്രസ്സുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അലക്കിയിടണം. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വേഗം അലക്കിയിടണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അകവും കുരയും ഒന്ന് അടിച്ചു വരിയിട്ട്, അകം അടിക്കുന്നില്ല, റൂമൊന്നും അടിക്കുന്നില്ല, കാരണം രാവിലെ അടിച്ചെല്ലാം വൃത്തിയാക്കി തുടച്ചിട്ടതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഹോളും പിന്നെ സിറ്റ് ഔട്ടും ഒക്കെ ഒന്ന് അടിച്ചു വാരി, കിച്ചണും ഒന്നും അടിച്ചു വരും. കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് അടിച്ചു വരും, അത്ര തന്നെ. അപ്പോൾ ഏതായാലും ഞാൻ അടിച്ചുവരലൊക്കെ കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, യൂണിഫോമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അലക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് വേഗം അലക്കി അങ്ങ് കയറാം, കുളിച്ചിട്ടങ്ങ് കയറാമെന്ന് വിചാരിച്ചു. മേലെ കഴുകിയിട്ടങ്ങ് കയറാം, കുളിക്കലല്ല, മേലെ കഴുകിയിട്ടങ്ങ് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നേതായാലും പിന്നെ അലക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നനയും. എനിക്ക് പൊതുവേ ഞാൻ മുറ്റത്ത് നിന്ന് അലക്കി കഴിഞ്ഞാൽ നല്ല കുളിച്ചിട്ടേ ഞാൻ വരുള്ളൂ. പിന്നെ അധികമൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് അധികം കുളിച്ചിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മേലെ കഴുകണം. അപ്പോൾ ഏതായാലും പിന്നെ അതൊന്ന് അലക്കി അതിന് ശേഷം പിന്നെ നമ്മുടെ വിളക്കൊന്ന് തേക്കാനുണ്ട്. ഞാനിങ്ങനെ വിളക്കൊന്ന് ഒരു 3-4 ദിവസം കൂടുമ്പോൾ അങ്ങനെ തേച്ചെടുക്കലുണ്ട്. ഡെയിലി അങ്ങനെ തേച്ച് കഴുകലില്ല, കാരണം അധികം കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരു വീക്ക്, ഒരു ആഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നങ്ങ് തേച്ച് വൃത്തിയാക്കി വിളക്ക് കത്തിക്കും, അങ്ങനെയാണ്. അല്ലെങ്കിൽ ഡെയിലി ഒന്ന് ജസ്റ്റ് തുടച്ച് വൃത്തിയാക്കും, എന്നിട്ട് കത്തിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഒന്ന് വിളക്ക് കഴുകിയെടുക്കുന്നത്. ഇന്ന് കാര്യമായിട്ട് വിളക്കിൽ പിന്നെ നിറം വയ്ക്കാനായിട്ട് ഒന്നുമില്ലേനും, കാരണം അതൊക്കെ തീർന്നിട്ടുണ്ടേനും. അപ്പോൾ ഇനി ഇതെങ്കിലും ഒന്ന് വാങ്ങണം. ഇപ്പം ഞാൻ തൽക്കാലം നമ്മുടെ സെബീനപ്പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കഴുകി, എന്നാലും വെളുക്കുകയൊക്കെ ചെയ്യേ. അപ്പോൾ ഞാൻ അലക്കുന്ന സമയത്തിൻ്റെ വള കഴിച്ച് വെച്ചിട്ടേനും. അപ്പോൾ അതൊന്ന് എടുത്തിരുന്നുണ്ട്. കുപ്പിവളയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവള ഇടാൻ വേണ്ടിയിട്ട്. പണ്ടേ ഉള്ളൊരു ഇതാണ്. പണ്ടൊരിക്കൽ കൈ അങ്ങനെ കുപ്പിവളേനെ കൊണ്ട് മുറിഞ്ഞതിനെ കൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ആരും ഇടാൻ സമ്മതിച്ചില്ല. അങ്ങനെ അതൊന്നും നിർത്തിപ്പോയിന്. പിന്നെ ഒരു കല്യാണമൊക്കെ കഴിച്ച് ഇപ്പോൾ എന്തോ ഒരു പുതി അങ്ങനെ
ചന്തയിലൊക്കെ പോയാലും വാങ്ങിയതേനെ. അപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് കയ്യിലുണ്ട്, അങ്ങനെ പൊട്ടലും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ കല്ലുമ്മലൊക്കെ കുത്തുന്ന സമയത്ത് ഞാനൊന്ന് കഴിച്ചു വെക്കും, വെറുതെ അപകടത്തിന് നിൽക്കണ്ടല്ലോ. അപ്പോൾ കുളിച്ച് വന്നു, ആറിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്നു വിളക്ക് വെക്കുകയാണേ. കുളിച്ചല്ല, മേലെ കഴുകി വന്നു വിളക്ക് വെക്കുകയാണേ. പിന്നെ വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എടുത്തു വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കിച്ചണിലേക്ക് ഒന്ന് വന്നതാണ്. പിന്നെ മക്കൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഏട്ടന് പറഞ്ഞു നമുക്ക് ചായ ഒന്ന് കുടിക്കാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡും മുട്ടയും കൂടെ പാലൊക്കെ ആക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം മുട്ടയും പാലും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സാക്കി അതിലേക്ക് ഒന്ന് മുക്കിയിട്ട് ബ്രെഡൊന്ന് പൊരിച്ചെടുത്തതാണ്. പിന്നെ 2 പഴവും കൂടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാനധികം മൈദേൻ്റെ കാര്യങ്ങളൊന്നും കുറച്ച് ഒഴിവാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു പീസ് അങ്ങോട്ടേ എടുക്കുള്ളൂ, അധികമൊന്നും കഴിക്കില്ല. പഴം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പഴവും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഫിയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഞാൻ ഷുഗർ ഇല്ലാണ്ടാണ് എടുക്കുന്നത്. മക്കൾക്ക് ഏട്ടനും ഷുഗർ വേണമെന്ന് പറഞ്ഞതിനെ കൊണ്ട് അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊതുവേ ഏട്ടന് മധുരമില്ലാണ്ട് അങ്ങനെ ചായയും കോഫിയൊന്നും അങ്ങനെ കഴിക്കില്ല. ഞാൻ പിന്നെ എനിക്ക് കുറച്ച് ശീലമായി, അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ എനിക്ക് മധുരം പ്രശ്നമല്ല. അപ്പോൾ ഏതായാലും ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മുടെ ഓട്സിൻ്റെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ റോൾഡ് ഓട്സ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഓട്സ് കുതിരാൻ തക്കോണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് കുതിർന്ന് വരട്ടെ. ഒരു 1/4 മണിക്കൂറൊക്കെ കൊണ്ട് കുതിർന്ന് വരും. ഞാനിതാ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. നമുക്ക് ഒരു കോളിഫ്ലവറിൻ്റെ കറി വെക്കാം. അപ്പോൾ ഞാനിതൊന്ന് ചൂടുവെള്ളത്തിൽ നല്ല തിളപ്പിച്ചെടുത്ത് വെച്ചതാണ്. കോളിഫ്ലവർ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചെടുത്ത് വെച്ചതാണ്. അപ്പോൾ കറി വെക്കാൻ വേണ്ടി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ദോശയ്ക്ക് കാര്യമായിട്ട് കറിയൊന്നും ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്നാലും ഒരു സൈഡായിട്ട് ഒരു ചെറിയൊരു കറി വെക്കാമെന്ന് വെച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ അതിലേക്ക് ഞാൻ പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം ആ ഒരു ഉള്ളിയും കാര്യങ്ങളൊക്കെ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് നമ്മളെ കറിയിലേക്ക് വണ്ടി ചേർക്കാനായിട്ടാണുള്ളത്. അപ്പം ഞാൻ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുന്നുണ്ട്. ആ ഒരു മുളക് പൊടിൻ്റെ ഒക്കെ ഒരു പച്ചക്കുത്തും കാര്യങ്ങളൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതിലേക്ക് അവസാനമായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. നന്നായിട്ട് വേഗം തന്നെ വഴണ്ട് വരും. അപ്പോൾ ഏതായാലും അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പിന്നെ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പണിയൊന്നുമില്ല, ഈ ഒരു പരിപാടി കഴിഞ്ഞു. ഇത് നമുക്ക് കുറച്ച് ആർഭാടാക്കിയൊക്കെ ചെയ്തെടുക്കാം. അപ്പം ഞാനിന്ന് സിമ്പിളായിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇനിയൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ കോളിഫ്ലവറിലേക്കുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. ആ ഒരു മസാലയൊക്കെ കോളിഫ്ലവറിലേക്ക് പിടിക്കാനായിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതങ്ങനെ കുക്കായി വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഓട്സ് ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇതിലേക്കായിട്ട് ഒരു ചെറിയ പച്ചമുളക്, പിന്നെ അത് നമ്മുടെ ഇഷ്ടത്തിന് പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഞാൻ മക്കൾക്ക് എല്ലാം കഴിക്കേണ്ടതിനെ കൊണ്ട് അധികം ചേർത്തിട്ടില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഒരു 4-5 ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് പേടിക്കണ്ട, കാരണം ഇതൊന്ന് കുറച്ചൊരു എന്താ പറയുക, ഒരു വഴുവഴുത്ത ടൈപ്പാണ് വരിക. ദോശ ചുടുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളും. നൈസായിട്ട് ദോശ ചുടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കോളിഫ്ലവറിൻ്റെ കറിയിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഓട്സിൻ്റെ സംഭവമൊക്കെ സെറ്റായി, ആ ഒരു മാവൊക്കെ സെറ്റായി. ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. കറി ഞാനൊന്ന് പാത്രത്തിലേക്ക് ആക്കിയിട്ട് ആ ഒരു പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്.
നമ്മൾ ഓരോന്ന് എടുക്കുന്ന സമയത്ത് തന്നെ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി മാറ്റി കഴിഞ്ഞാൽ ക്ലീനിങ്ങും അതിൻ്റെ ഒപ്പം തന്നെ നടക്കും. കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നടക്കും. അപ്പോൾ ഞാൻ ദോശ നെയ്യ് ഒഴിച്ചിട്ടാണ് ദോശ ഇടുന്നത്. അപ്പോൾ നെയ്യ് ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കുറച്ച് കട്ടി കുറച്ച് പരത്തുന്നതാണ് നല്ലത്. ഇനി അഥവാ പരത്തിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെയൊന്ന് ഈ ചട്ടിയിൽ നിന്ന് എന്തായാലും പോരും. അപ്പം അഥവാ പരത്തിയിട്ട് റെഡി ആവുന്നില്ലെങ്കിൽ എണ്ണ ഒഴിക്കാണ്ട് ഒന്ന് പരത്തി നോക്കിയാൽ മതി. നല്ലോണം എന്ന് വെച്ചാൽ കട്ടി കൂടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണ തടവി കഴിഞ്ഞാൽ കുറച്ച് കട്ടിയിൽ പരത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എണ്ണ ഒഴിക്കാണ്ട് ചട്ടിയിലൊന്ന് പരത്തിയതിന് ശേഷം മുകളിൽ തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല നൈസായിട്ട് പരത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ എന്താ പറയുക ഒരു ഇതിന് എന്തായാലും ചട്ടിയിൽ നിന്ന് പോരാണ്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നൈസാണ്. അപ്പോൾ ഒരു മൂന്നൊക്കെ ദോശയൊക്കെ കഴിക്കാൻ പറ്റും, 3-4 ദോശയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും ഏട്ടനങ്ങനെ ഞാൻ ചൂടോടെ ചുട്ടു കൊടുക്കുന്നുണ്ട്. മക്കൾക്കും അതേപോലെ തന്നെ ചൂടോടെ ചുട്ടു കൊടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും ദോശ. അധികം തണുത്ത് പോകാണ്ട് പെട്ടെന്ന് തന്നെ കഴിക്കുന്നതെന്നല്ലേ. അപ്പം ഞാനിതാ ചുട്ടു കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക്. ഏട്ടനും വേണ്ടതൊക്കെ ചുട്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റേ ഞാൻ കഴിക്കുന്നുള്ളൂ. ചൂടോടെ ചുടേണ്ടതിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാം കൂടെ ചുട്ട് വെച്ച് ഒരുമിച്ചാണ് കഴിക്കുക. അപ്പോൾ ഏതായാലും കണ്ടില്ലേ, ഇതേപോലെ നല്ല പേപ്പർ പോലെ കിട്ടും ദോശ. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ ഒന്ന് ക്രിസ്പിയായി വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഏതായാലും ദോശയൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റാവുന്നുണ്ട്. ഞാനിങ്ങനെ ഒന്നുകിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം ഇപ്പം ചോറ് ഇല്ലെങ്കിൽ ഒക്കെ ഞാനിങ്ങനെ ദോശ ഉണ്ടാക്കലുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, മക്കൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫുഡ് കഴിക്കലാണ്. ഇനിയിപ്പം കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ അതിൻ്റെ കൂടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി. പിന്നെ അധികം പാത്രങ്ങൾ എടുക്കേണ്ടി വന്നിട്ടില്ല, പിന്നെ ഓരോരുത്തരായിട്ടാണല്ലോ കഴിച്ചത്. കഴുകാനായിട്ട് പിന്നെ ഞാൻ കഴിച്ച പാത്രം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഏതായാലും ഇന്നത്തെ പിന്നെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ.